തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ പറഞ്ഞാരെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹൈ ലെവൽ അപരാധമാക്കി എടുത്തു വെച്ച പടമാണ് ആദികേശവ. ഇതിൽ കുറെ വെറൈറ്റി കില്ലിംഗ് ടെക്നിക്സ് നായകൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ കുറെ ഗുണ്ടകൾ റോഡൊക്കെ ബ്ലോക്ക് ആക്കി മെയിൻ ഗുണ്ടയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു ഗുണ്ടയാണത്രേ ഗുണ്ട. വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നടറോടി ഇരുന്ന് കേക്ക് മുറിക്കുന്നത്. അപ്പോഴാണ് നന്മയുടെ നിറകുടമായ നായകന്റെ എൻട്രി. ഈ ബർത്ത്ഡേ പരിപാടിക്കിടയിൽ ആംബുലൻസ് പെട്ടുപോകുന്നത് കൊണ്ട് ആംബുലൻസിന് വഴിയൊരുക്കാനായി നന്മയുടെ നിറകുടമായ നായകൻ ഗുണ്ടകളെയൊക്കെ അടിച്ചിട്ട് ആംബുലൻസിനെ പറഞ്ഞു വിടും. പിന്നെ അടുത്ത സീനിലാണ് നായികയുടെ എൻട്രി. കുറെ മാരക അസുഖവുമായി മരിക്കാൻ കിടക്കുന്ന പിള്ളേർക്ക് എൻജോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കൊണയടിച്ച് ഡാൻസ് കളിച്ച് വെറുപ്പിക്കും. ഇത് ഇംഗ്ലീഷ് ഒന്നും അല്ല, തനി നാടൻ വെളിച്ചപ്പാടുന്നുള്ളൽ എന്നാണ് പേര്. മരിക്കാൻ പോകുന്നു അറിഞ്ഞിട്ടും ആ പിള്ളേരൊക്കെ ചിരിക്കുന്നു. അവരുടെ ചിരിക്കും മുമ്പ് ഈ ചെക്കൊന്നുമില്ല. ഈ പിള്ളേരൊക്കെ മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ചിരിക്കുന്നത് എന്തിനാ? ഓ, ചിലപ്പോൾ ഇനി പോക്കറ്റ് കാലിയാകില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാകും. പിന്നെ നമ്മുടെ നായകനും നായികയും കണ്ടുമുട്ടും. പാട്ട്, ഡാൻസ്, എക്സെട്ര എക്സെട്ര. അങ്ങനെ ഈ പാട്ട്, ഡാൻസ് എല്ലാം കഴിയുമ്പോഴാണ് നായകൻ അറിയുന്നത് താൻ അനാഥനാണെന്ന്. അത് നിന്റെ അച്ഛനല്ല, നീ ഞങ്ങളുടെ മകനുമല്ല. പിന്നെ അടുത്ത സീനിലാണ് നായകന്റെ അച്ഛനെ കാണിക്കുന്നത്. അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടിച്ചായ എന്ന് മൈൻഡ് സെറ്റ് ഉള്ള പുള്ളി ആരുടെയൊക്കെ തല വെട്ടി ഡിക്കിയിൽ വച്ചിട്ടുണ്ടാകും. ആഹാ, നല്ല എക്സ്പ്രഷൻ ഇട്ട് മരിച്ച മനുഷ്യർ. അങ്ങനെ നമ്മുടെ നായകൻ നാട്ടിലേക്ക് പോകും. അവിടെയാണ് നമ്മുടെ വില്ലൻ ജോജു ചേട്ടൻ ഉള്ളത്. പുള്ളി ഒരു KGF 144P സെറ്റപ്പിൽ ആൾക്കാരെ പണിയെടുപ്പിച്ച് ഒരു മൈനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആറ്റിറ്റ്യൂഡ് മുഖ്യം ബിഗിലെ എന്ന് മൈൻഡ് സെറ്റ് ഉള്ള വില്ലന്റെ വലങ്കൈ ഒരാളുണ്ട്. പുള്ളിയെ നമ്മുടെ നന്മ നിറഞ്ഞ നായകൻ എടുത്ത് തീയിലിടും. എന്റെ ചേച്ചിയെ മാത്രമല്ല, ഈ നാട്ടിൽ ഏത് പെണ്ണിന്റെ മേലെ കൈവച്ചാലും ജീവനോട് ഉള്ളപ്പോ തന്നെ കുഴി കുഴിച്ചു കളഞ്ഞാൻ. എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു നല്ല ജീവിതം കിട്ടുന്ന പൊൻപുലരിക്ക് വേണ്ടിയാണ് ഈ ഞാൻ പ്രവർത്തിക്കുന്നത് തന്നെ. പിന്നെ അതിന് റിവെഞ്ച് ഒക്കെ വേണമല്ലോ. അതിന് നായകന്റെ അനിയത്തിയെ വില്ലൻ പാടത്ത് വയ്ക്കാനുള്ള കോലം കൊണ്ടുപോകും പോലെ തട്ടിക്കൊണ്ടുപോകും. അന്ത്യകർമ്മങ്ങൾ നടത്തേണ്ട ക്യാഷ് നായകന് ലാഭിച്ചു കൊടുക്കാൻ വില്ലൻ നായകന്റെ കൂട്ടുകാരനെ കോൺക്രീറ്റിലിട്ട് കൊല്ലും. സർ, കോൺക്രീറ്റ് ലൂസ് ആവണമെങ്കിൽ കെമിക്കലും ആസിഡും ഒഴിക്കണം. അങ്ങനെ ചെയ്താൽ തന്നെ സ്കിന്നും മറ്റും കരിഞ്ഞു പോകും. സംസ്കാര ചടങ്ങ് ഇങ്ങനെ ചെയ്യാനേ പറ്റൂ. ഓ, അപ്പോൾ ഇനി പെട്ടി വാങ്ങി ബുദ്ധിമുട്ടണ്ട എന്ന് സാരം. പിന്നെ നടക്കുന്നത് ഒരു വെറൈറ്റി ഫൈറ്റ് സീക്വൻസ് ആണ്. സാധാരണ ഒരാളെ കൊല്ലാൻ കത്തി, കൊടുവാൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെറൈറ്റി പിടിക്കുക എന്ന് വാശിയുള്ള നമ്മുടെ സംവിധായകൻ ചില വെറൈറ്റി സാധനങ്ങൾ വെച്ച് ആളെ കൊല്ലുന്നത് കാണിക്കാൻ തീരുമാനിക്കും. പാറ പൊട്ടിക്കുന്ന മെഷീൻ വെച്ച് ആളെ കൊല്ലുക, ട്യൂബ് പൊട്ടിച്ച് വയൽ കയറ്റി ആളെ കൊല്ലുക, കമ്പി ചൂടാക്കി ആളെ കൊല്ലുക, എക്സെട്ര എക്സെട്ര. പിന്നെ പടത്തിലെ മെയിൻ വില്ലനെയും കൊല്ലണമല്ലോ, അതും വെറൈറ്റി ആയിട്ടാണ്. അതാണ് ഞാൻ, എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ വെറുപ്പിക്കാമെന്ന് റിസർച്ച് ചെയ്തിട്ടാണ് ഈ പടം എഴുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോജു ചേട്ടനൊക്കെ കോമഡി ആകുമെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് ഈ പടത്തിൽ പോയി തലവെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.